ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സമനില തെറ്റിയതുപോലെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിമാരുടെയും പാകിസ്ഥാന്റെ ഭരണത്തലവന്മാരുടെയും പ്രതികരണം. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ സൈനിക വക്താവ് തന്നെ തരംതാണ ഭാഷയിൽ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ സമനില നഷ്ടപ്പെട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തരംതാണ തെരുവ് ഭാഷ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ISPR, പാകിസ്ഥാന്റെ സൈനിക വക്താവ്. മസാ നഹി തോ പൈസ വാപ്പസ്, ഒരു ഹിന്ദി ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള തെരുവുകളിൽ ആളുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാഷ. ആ ഭാഷയാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ് തന്നെ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവിന്റെ ഇപ്പോഴത്തെ വലിയ വെല്ലുവിളി. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മെയ് മാസം 7-ാം തീയതി മുതൽ ഇന്ത്യ ആരംഭിച്ച 4 ദിവസം നീണ്ടുനിന്ന പ്രത്യാക്രമണം, പാകിസ്ഥാനിലെ പാക്-അധീന കാശ്മീരിലെ 9ഓളം വരുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുള്ള മുജാഹിദിന്റെയും ഭീകര ക്യാമ്പുകൾ, ആ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ഛന്ന ഭിന്നമാക്കി. ഇതുകൂടാതെ പാകിസ്ഥാന്റെ എയർബേസുകൾ, 11 എയർബേസുകളിൽ ഒട്ടുമുക്കാലിനെയും ഇന്ത്യ സാരമായ കേടുപാടുകൾ വരുത്തി. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ വ്യോമസേനാ വിമാനങ്ങൾക്ക് ഒന്ന് പറന്നു പൊങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ എയർബേസുകളിലെ റൺവേകളൊക്കെ തന്നെ ഇന്ത്യ തകർത്തു താറുമാറാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയത്. എന്നിട്ടും ലോകവേദികളിൽ എന്താണ് പാകിസ്ഥാൻ പറഞ്ഞത്? ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, അമേരിക്ക ഞങ്ങളുടെ കാലി പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ത്യയെ കൊല്ലാതെ വിട്ടത്. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടു. അതിൽ 2 വിമാനങ്ങളുടെ പൈലറ്റുമാർ ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഞങ്ങളുടെ കൽത്തുറങ്കലിലുണ്ട്. അതിന് പിന്നാലെ ചൈന കൂടി ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചൈനയുടെ കൂടി ഇടപെടലുണ്ടായിരുന്നു. ചൈന കൂടി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ത്യയെ ഞങ്ങൾ കൊല്ലാതെ വിട്ടത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഞങ്ങൾ ഇന്ത്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയേനെ. ഇതായിരുന്നു പാകിസ്ഥാന്റെ മറ്റൊരു തള്ള്. എന്നാൽ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇന്ത്യ ഇതിന് അക്ഷരം പറഞ്ഞ് അക്കമിട്ട് ഇന്ത്യ മറുപടി നൽകി. എന്താണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയത്? ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരികെ നഷ്ടപ്പെടുത്തിയത് എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പോർ വിമാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ആസ്ഥാന മന്ദിരങ്ങളുടെ ഫോട്ടോകൾ, ഈ വ്യോമാക്രമണത്തിൻ്റെ ത്രില്ലിംഗ് വീഡിയോസ്, ഇതൊക്കെ ഇന്ത്യ പൊതുസമക്ഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫോട്ടോകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളുടെ, പാകിസ്ഥാന്റെ എയർബേസുകളുടെ തകർന്ന ചിത്രങ്ങൾ ഇന്ത്യ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് തന്നെ നൽകി. ഇതുപോലെ ഒരു തെളിവ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിമാനത്തിനെ ആക്രമിച്ചതിൻ്റെ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ചിട്ടതിൻ്റെ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വ്യോമസേന പൈലറ്റിനെ നിങ്ങൾ കൽത്തുറങ്കലിൽ അടച്ചതിൻ്റെ, അല്ലെങ്കിൽ അവരെ ബന്ദിയാക്കിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയ തെളിവുകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് ഇന്ത്യ വെല്ലുവിളിച്ചു. അതിന് പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമോ വീണ്ടും ഐക്യരാഷ്ട്രസഭയടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വീമ്പടിക്കാൻ മാത്രമാണ് പാകിസ്ഥാന് കഴിഞ്ഞത്. ഒടുവിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അസീം മുനീർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിനിടയിൽ ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഒരു കരസ്പർശമുണ്ടായി, അല്ലാഹുവിൻ്റെ ഒരു കൈ ഞങ്ങൾക്ക് ഉണ്ടായി, ഞങ്ങൾക്കൊരു കൈ സഹായമുണ്ടായി. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല, ഇന്ത്യ ഞങ്ങളെ തീർത്ത് കളഞ്ഞേനെ. അസീം മുനീറിന് പറയേണ്ടി വന്നു. ഇഷക് ദാർ, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷക് ദാർ പിന്നീട് പറഞ്ഞത് എന്താണ്? മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഒരു എയർബേസിന് കാര്യമായ സാരമായ കേടുപാടുണ്ടാക്കാൻ ഇന്ത്യയുടെ ആക്രമണത്തിന് കഴിഞ്ഞു. മറ്റൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. ഒരു സൈനിക ആസ്ഥാനത്തിന്, ഒരു എയർബേസിന് സാരമായി കേടുപാട് ഉണ്ടായി.
ഒടുവിൽ ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ ആക്രമണ സമയത്ത് ഞങ്ങളോട് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞത് ബങ്കറുകളിൽ പോയി ഓടി ഒളിക്കാനാണ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ധരിച്ച് ബങ്കറിൽ പോയി ഓടി ഒളിക്കാനാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റിനോടും പ്രധാനമന്ത്രിയോടും പാകിസ്ഥാൻ സേന പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇന്ത്യയുടെ ആക്രമണം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ അസീം മുനീർ അടക്കം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റും ഒക്കെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ബങ്കറുകളിൽ മാളങ്ങളിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇപ്പോൾ ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് നേരെ കലിതുള്ളിക്കൊണ്ട് പാകിസ്ഥാന്റെ സൈനിക വക്താവ് തന്നെ ഏറ്റവും തരംതാണ ഭാഷയിൽ, ഏറ്റവും തെരുവ് ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈന്യം എത്രമാത്രം ഡെസ്പറേറ്റഡ് ആണ്, എത്രമാത്രം അവർ ആശങ്കാകുലരാണ്, അവർ എത്രമാത്രം സമനില തെറ്റിയവരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് സമനില തെറ്റിയിരിക്കുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്ന പാകിസ്ഥാന്റെ എല്ലാ വിവേകബുദ്ധിയും അവസാനിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക കരുത്തിനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഏറ്റവും ഹീനമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ സൈന്യം നാണം കെട്ട് നാറിയിരിക്കുന്നു. അതിന്റെ ചില വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.